അങ്ങനെ ഇപ്പം 2 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ iOS 16 ആപ്പിൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ട്. നിങ്ങളുടെ എല്ലാം ഡിവൈസുകൾ നിങ്ങൾ iOS 16 ആണ് റൺ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു iOS 16 ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ iPhone 14 Pro മോഡൽസിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്തിരിക്കുന്ന iOS 16 അതോടൊപ്പം തന്നെ നമ്മളുടെ നോർമൽ ബാക്കിയുള്ള എല്ലാ ഡിവൈസുകളിലും വേണ്ടി ഇറക്കിയിരിക്കുന്ന iOS 16 തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതായത് iPhone 14 Proയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രോ മോഡൽസിന് വേണ്ടി ആപ്പിൾ ലോഞ്ച് ചെയ്യുന്ന iOS 16 എൻറ്റയർ കോഡ് അവർ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചെറിയ കാര്യം നമ്മൾ iOS 16 കൊടുത്തിട്ടുണ്ട്. കാരണം ഇതുവരെ ഒരു ഐഫോണിന് വേണ്ടി ആപ്പിൾ അവരുടെ കോഡ് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഈ ഒരു ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത് പുതിയൊരു ഫീച്ചറാണ്. പക്ഷേ iOS 16 റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു അപ്ഡേറ്റും ആപ്പിൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു. എങ്കിൽ പോലും ഇപ്പോഴും 2 ആഴ്ചയ്ക്ക് ശേഷവും പല യൂസേഴ്സ് ഇപ്പോഴും കംപ്ലയിൻറ്റുകൾ അവരുടെ ഡിവൈസുകളിൽ പല രീതിയിലുള്ള കംപ്ലയിൻറ്റുകളാണ് നമുക്കിപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം ബഗ്ഗുകൾ വരുമ്പം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡേറ്റ എങ്ങനെ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയൊക്കെ പലർക്കും ഉണ്ട്. അപ്പം ബാക്കപ്പ് എടുത്ത് വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ചെയ്യാൻ. പക്ഷേ ഇത് ചെയ്യാതെയും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ മാത്രമായിട്ട് ബാക്കപ്പ് അല്ലെങ്കിൽ ഡേറ്റ നഷ്ടപ്പെടാതെയും നമുക്ക് സോഫ്റ്റ്വെയർ മാത്രമായിട്ട് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ് വണ്ടർഷാൻ്റെ സിസ്റ്റം റിപ്പയർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതാണ് Dr.Fone സിസ്റ്റം റിപ്പയറിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കീ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് എസ്പെഷ്യലി ഉപകാരപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ iOS 16 ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മാനുവലിയാണ് iTunes ഉപയോഗിച്ചാണ് ചെയ്തത്. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് റീസ്റ്റോർ ചെയ്തത്. iTunes നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ സകല ഡേറ്റാസ് നമ്മൾ മറ്റെവിടെയെങ്കിലും ബാക്കപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കാരണം iTunes നമുക്ക് ഡേറ്റ ഒന്നും നഷ്ടപ്പെടാതെ റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇതിൽ നമുക്ക് ഡേറ്റ വിത്തൗട്ട് ലൂസിങ് ഡേറ്റ നമുക്ക് ഈ ഒരു ഇഷ്യൂസൊക്കെ iOS 16 ഇഷ്യൂസൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ആപ്പിളിൻ്റെ ബൂട്ട് ലൂപ്പിലോ അല്ലെങ്കിൽ ആപ്പിൾ ലോഗോ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഇതുപോലുള്ള പ്രോബ്ലംസ് ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിക്കവറി മോഡിലോ അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീൻ ഓഫ് ഡെത്ത് ഐഫോൺ ഫ്രോസൺ ആകുക അല്ലെങ്കിൽ ബൂട്ട് ലൂപ്പിലൊക്കെ പെട്ടാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ബോത്ത് വിൻഡോസിലും മാക് വേർഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ 2 യൂസേഴ്സിനും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കീ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം 2 മോഡുകളാണ് ഇവിടെയുള്ള, സ്റ്റാൻഡേർഡ് മോഡും അഡ്വാൻസ് മോഡും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഡേറ്റ ഒന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ഡിവൈസ് ഒന്ന് ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉപകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണിത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രീ ട്രയൽ ഓപ്ഷൻ ഉണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ Dr.Fone സോഫ്റ്റ്വെയർ. ഇതിൽ നമ്മൾ കാണുന്നത് സിസ്റ്റം റിപ്പയർ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചറാണ്. ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോൺ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ iPhone 12 mini ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, സ്റ്റാൻഡേർഡ് മോഡ്, അഡ്വാൻസ് മോഡ്. ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ റീറ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് ഡേറ്റ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഈ ഒരു എന്തെങ്കിലും ബഗ് ഫിക്സസോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബൂട്ട് ലൂപ്പിലോ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിവൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അഡ്വാൻസ് മോഡിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഇറേസ് ചെയ്യും, നമ്മുടെ ഡേറ്റ മുഴുവൻ നഷ്ടപ്പെടും. അത് നമ്മളെ iTunes-ലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. iTunes-ലും നമുക്ക് ഇതേ സെയിം കാര്യം ചെയ്യാം. ജസ്റ്റ് ബാക്കപ്പ് എടുത്തതിന് ശേഷം മാത്രം നമ്മളത് ചെയ്യുക. പക്ഷേ ബാക്കപ്പ് എടുക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ് മോഡാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയുള്ള ഒരു ഫീച്ചറും കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് മോഡാണ് ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാം അതർ ഡിവൈസ് iPhone 7, 7 Plus, 8 അതിൻ്റെ മേളിലേക്കുള്ള. നമ്മളിപ്പം iPhone 12 mini ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 8 ആൻഡ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കാരണം ഇത് നമ്മൾ റിക്കവറി മോഡിലേക്ക് DFU മോഡിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഓപ്ഷനാണ്, അല്ലെങ്കിൽ അതിനുള്ള സ്റ്റെപ്പാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി നമ്മൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്തതിന് ശേഷം നമ്മളുടെ സൈഡ് ബട്ടൺ പവർ ബട്ടൺ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു റിക്കവറി മോഡിലേക്ക് അല്ലെങ്കിൽ DFU മോഡിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഡിവൈസ് റിക്കവറി മോഡിലേക്ക് എൻ്റർ ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. വൺസ് നമ്മളത് സെറ്റപ്പ് ചെയ്യുന്ന ശേഷം ഇവിടെ നമുക്ക് കാണാം നമ്മൾ iPhone 12 mini ആണ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് സിസ്റ്റം വേർഷൻ എന്നുള്ളത് കാണാം. അത് 15.7 ആണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ റൺ ചെയ്യുന്ന iOS 16 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ipsw.me എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ ഐഫോൺ ഏതാണോ ആ ഒരു കറസ്പോണ്ടിങ് ഐഫോണിനുള്ള IPSW ഫയൽ നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക.
ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ആ ഒരു സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ സെലക്ട് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് കൊടുക്കാനാണ് ഫേംവെയർ. പക്ഷേ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ആ ഒരു ഫയൽ ലൊക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അത് ഓപ്പൺ കൊടുത്തു കഴിയുമ്പം ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സ് നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 10-15 മിനിറ്റോളം എടുക്കും. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ നമ്മുടെ സിസ്റ്റം റിപ്പയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളായി. അങ്ങനെ നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ ഡാറ്റ മുഴുവൻ ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഡിവൈസ് വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്തു. ഇപ്പോൾ നമുക്ക് സ്റ്റിൽ നമ്മൾ iOS 16 നമ്മുടെ ഫോട്ടോസൊക്കെ അതുപോലെ തന്നെ ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാമ്പയിൻ ഷോ യുവർ ലോക്ക് സ്ക്രീൻ ആൻഡ് വിൻ ആൻ ആപ്പിൾ വാച്ച്, ഈ ഒരു ക്യാമ്പയിനിൽ നിങ്ങൾ പങ്കെടുക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.